ഡെയിലി വീഡിയോസ് കണ്ട് കൈപ്പണി ചെയ്യുന്ന ഹീറോയ്ക്ക് ഒരു ലവറിനെ കിട്ടും. അവൾക്കാണെങ്കിലോ വീഡിയോസ് കാണുന്നവന് ഒട്ടും ഇഷ്ടവുമല്ലായിരുന്നു. പിന്നീട് എന്തായിരിക്കും നടന്നിട്ടുണ്ടാകുക? പറഞ്ഞു വരുന്നത് 2013 ഇറങ്ങിയ ഡോൺ ജോൺ എന്ന മൂവിയെ പറ്റിയാണ്. അപ്പം നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ പടത്തിലെ ഹീറോയെ കാണിക്കും. അവനൊരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. അപ്പാർട്ട്മെൻറ്റ് ക്ലീനായിട്ട് വെക്കുന്നത് ഇവൻ്റെ ഒരു ഹോബിയുമാണ്. ഇവൻ്റെ ഡെയിലി റൊട്ടീൻ നോക്കുവാണെങ്കിലോ ഡെയിലി കൂട്ടുകാരുമായിട്ട് അടിച്ചു പൊളിക്കും, വർക്കൗട്ടും ചെയ്യും. അതോടൊപ്പം തന്നെ ഇവന് ബിറ്റുപടമെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഡെയിലി ഒരു ബിറ്റുപടമെങ്കിലും കാണും. അങ്ങനെ ഒരിക്കൽ ഹീറോയും കൂട്ടുകാരും പബ്ബിൽ നിൽക്കുന്ന ടൈമിൽ അടിപൊളി ഒരു പെണ്ണിനെ കാണും. ഹീറോ അവളോട് പോയി മിണ്ടുകയും ചെയ്യും. പക്ഷെ അവൾ ഹീറോയെ അവോയ്ഡ് ചെയ്തിട്ട് അവിടെ നിന്ന് പോകും. പക്ഷെ ആ ടൈമിൽ തന്നെ ഹീറോ വേറൊരു പെണ്ണിനെ കാണും. ഹീറോ അവളോടും പോയി മിണ്ടും. അവൾ തിരിച്ച് ഹീറോയോട് മിണ്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പടത്തിലെ ഹീറോയിൻ. അങ്ങനെ കുറച്ചു നേരം മിണ്ടി കഴിയുമ്പം ഹീറോ അവളെ പരിപാടിക്ക് വിളിക്കും. പക്ഷെ അവൾക്കതിന് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഹീറോയെ അവോയ്ഡ് ചെയ്തിട്ട് അവിടെ നിന്ന് പോകും. എന്നാൽ നമ്മുടെ ഹീറോ ആണെങ്കിലോ വിടത്തില്ലായിരുന്നു. അകത്തേക്ക് കയറി വേറൊരു പെണ്ണിനെ കാണും. അവളെ എങ്ങനെയൊക്കെയോ കറക്കിയെടുത്ത ശേഷം ഹീറോ അപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുപോയി അവളുമായിട്ട് പരിപാടി നടത്തും. പക്ഷേ പരിപാടി കഴിഞ്ഞിട്ടും ഹീറോയ്ക്കൊരു തൃപ്തിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അങ്ങോട്ടേക്ക് പോയി ബിറ്റുപടം എടുത്ത് കണ്ട ശേഷം കൈപ്പണി നടത്തും. ഇപ്പം പിടികിട്ടി കാണുമല്ലോ ഹീറോയുടെ ഒരു ക്യാരക്ടറിനെ പറ്റി. പിന്നീട് ഒരിക്കൽ ഹീറോ അവൻ്റെ വീട്ടിലേക്ക് പോകും. ഇവൻ്റെ ഡാഡി ആണെങ്കിലോ ഇവൻ്റെ ഒരു കൊച്ചു കുട്ടിയെപ്പോലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതിഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെയാണ് ഹീറോ അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറി താമസിക്കുന്നതും. പിന്നീട് ഒരിക്കൽ ഹീറോയും കൂട്ടുകാരുമൊക്കെ ഇരിക്കുന്ന ടൈമിൽ പെട്ടെന്ന് അവന് ഹീറോയിനെ പറ്റിയുള്ള ഓർമ്മകൾ വരും. അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, അവളെ എങ്ങനെയും തേടി കണ്ടുപിടിക്കണമെന്നൊക്കെ പറഞ്ഞ ഹീറോ പബ്ബിലേക്ക് പോകും. അവിടെയുള്ള വർക്കറിനോട് എങ്ങനെയൊക്കെയോ സംസാരിച്ച് അവളുടെ നെയിം കണ്ടുപിടിക്കും. അത് വന്ന് ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്ത് അവൾക്ക് റിക്വസ്റ്റും അയക്കും. അങ്ങനെ പിറ്റേ ദിവസം തന്നെ രണ്ടുപേരും തമ്മിൽ മീറ്റ് ചെയ്യും. ഹീറോയും ചോദിക്കും എൻ്റെ നെയിം എങ്ങനെ കണ്ടുപിടിച്ചെന്ന്. ഹീറോ പറയും അതൊക്കെ കുറേ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചു, നിന്നോടുള്ള ഇഷ്ടം കാരണം എങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ചെന്ന്. അങ്ങനെ ഇവിടെ തൊട്ട് രണ്ടുപേരും തമ്മിലുള്ള ലവ് തുടങ്ങും. ആദ്യമായിട്ട് രണ്ടുപേരും തമ്മിലൊരു പടത്തിന് പോകും. ഹീറോയ്ക്ക് ഇഷ്ടപ്പെടാത്ത പടം, അതായത് ഈ ലവും റൊമാൻസും ഒക്കെ ഉള്ള പടം. ഹീറോയ്ക്ക് ഇഷ്ടപ്പെട്ട പടങ്ങളൊക്കെ വേറെയാണല്ലോ. അങ്ങനെ ഹീറോ അവൾക്ക് വേണ്ടി എങ്ങനെയൊക്കെയോ സഹിച്ചിരിക്കും. പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ഹീറോയിന് ഒരു കിസ് കൊടുത്തിട്ട് പരിപാടിക്ക് വിളിക്കും. പക്ഷേ ഹീറോയിൻ ഇപ്രാവശ്യവും സമ്മതിക്കാതെ അവിടുന്ന് പോകും. പിന്നീട് ഹീറോ പള്ളിയിലേക്ക് പോയി ഫാദറിൻ്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞ് കൺഫെഷനും ചെയ്യും. അങ്ങനെ ഒരിക്കൽ ഹീറോയും ഹീറോയിനും കൂടി ഔട്ടിങ്ങിന് പോയിട്ട് ഹീറോയിൻ്റെ വീട്ടിലേക്ക് വരും. രണ്ടുപേരും പുറത്ത് നിന്ന് കിസ് അടിച്ചുകൊണ്ടിരിക്കും. ആ ടൈമിൽ ഹീറോ പറയും എന്തായാലും ഇവിടം വരെ എത്തിയില്ലേ, എങ്കിൽ നമുക്ക് അകത്തേക്ക് പോയി പരിപാടി ചെയ്യാമെന്ന്. ഹീറോയിൻ പറയും അതൊന്നും പറ്റില്ല, ആദ്യം എനിക്ക് നിന്റെ കൂട്ടുകാരെ മീറ്റ് ചെയ്യണം, അത് കഴിഞ്ഞ് നീ എൻ്റെ കൂട്ടുകാരെ മീറ്റ് ചെയ്തോളാൻ പറയും. ഹീറോ പറയും എൻ്റെ കൂട്ടുകാരെയോ, അവരെ ഒന്ന് മീറ്റ് ചെയ്യണ്ട, വേണേ ഞാൻ നിന്റെ കൂട്ടുകാരെ മീറ്റ് ചെയ്യാമെന്ന്. ഇത് കേട്ട ഹീറോയിൻ പറയും അത് മാത്രം പോരാ, നീ എൻ്റെ ഫാമിലിയെയും ഞാൻ നിന്റെ ഫാമിലിയെയും മീറ്റ് ചെയ്യണമെന്നും പറയും. അങ്ങനെ രണ്ടുപേരും കിസ്സടിയൊക്കെ കഴിഞ്ഞ് ഹീറോയിൻ വീട്ടിലേക്ക് കയറിപ്പോവും. ഹീറോ അവൻ്റെ വീട്ടിലേക്ക് പോയി കൈപ്പണി നടത്തുകയും ചെയ്യും. അങ്ങനെ ഒരിക്കൽ രണ്ടുപേരുടെയും കൂട്ടുകാർ പബ്ബിലേക്ക് വരും. ഹീറോയെ കണ്ടിട്ട് ഹീറോയിൻ്റെ കൂട്ടുകാരികൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ലായിരുന്നു. എന്നാലും അവർ പറയും ആ കുഴപ്പമില്ല, നല്ല പയ്യനാണെന്നൊക്കെ. ഇവരെല്ലാം കാണുമ്പം ഹീറോയും അവിടെ നല്ലൊരു പയ്യനെ പോലെ അഭിനയിക്കുകയും ചെയ്യും. അങ്ങനെ ഒരിക്കൽ ഹീറോയും ഫാമിലിയും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ അവൻ ഹീറോയിനെ ലവ് ചെയ്യുന്ന കാര്യം പറയും. ഇത് കേട്ട അമ്മയാണെങ്കിൽ നല്ല ഹാപ്പിയാകും. പക്ഷേ ഡാഡി പറയും നീ ഇപ്പോഴും ഇത് കൊച്ചുകുട്ടിയാണെന്ന്. ഇത് കേട്ട ഉടനെ തന്നെ അമ്മ പറയും ഇവൻ്റെ പ്രായത്തിൽ തന്നെയാണ് നമുക്കിവൻ ഉണ്ടായതെന്ന്. അങ്ങനെ ഇവൻ്റെ അമ്മയും ഡാഡിയും കൂടി ഹീറോയിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഓക്കെ പറയും. പിന്നീട് രണ്ടുപേരുടെ ഫാമിലിയും തമ്മിൽ മീറ്റ് ചെയ്യും. ഹീറോയിൻ്റെ ഫാമിലിക്ക് ഹീറോയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ ലവും എല്ലാ കാര്യങ്ങളും ഓക്കെ ആവും. അങ്ങനെ ഒരിക്കൽ ഹീറോ നൈറ്റ് ക്ലാസ് കഴിഞ്ഞ് റിട്ടേൺ വരുന്ന ടൈമിൽ ഹീറോയിനെ വിളിച്ചിട്ട് നീ എവിടെ ഉണ്ടെന്ന് ചോദിക്കും. ഹീറോയിൻ പറയും നമുക്ക് ഇന്ന് എല്ലാ പരിപാടിയും നടത്താം, നമുക്ക് മീറ്റ് ചെയ്യാമെന്ന്. ഇത് കേട്ട ഉടനെ തന്നെ ഹീറോ അവൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വിടും. ആ ടൈമിൽ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് താഴെ നിന്ന് ഒരു ആൻറ്റി കരയുന്നുണ്ടായിരുന്നു. പക്ഷേ ഹീറോ അതൊന്നും കാര്യമാക്കാതെ മുകളിലേക്ക് പോകും. ഹീറോയിനെ കണ്ടുമുട്ടും. അങ്ങനെ രണ്ടുപേരും തമ്മിൽ പരിപാടിയും നടക്കും. കാര്യങ്ങൾ കഴിയുമ്പം ഹീറോയ്ക്ക് പതിവ് പോലെ കൈപ്പണി ചെയ്യണമല്ലോ. അതുകൊണ്ട് തന്നെ ഹീറോ ഹാളിലേക്ക് പോയി കൈപ്പണി ചെയ്യാൻ തുടങ്ങും. ആ ടൈമിൽ തക്കന്ന് ഹീറോയിൻ അങ്ങോട്ടേക്ക് വരും. നീ എന്തൊക്കെയാണ് കാണിക്കുന്നത്, ഇതെല്ലാം റോങ് ആണെന്ന് പറഞ്ഞ് ഹീറോയെ തെറി പറയും. ഇത് കേട്ട ഉടനെ തന്നെ ഹീറോ പറയും ഇതൊക്കെ കൂട്ടുകാർ അയച്ചു വിട്ടതാണ്, ഞാൻ ഇതൊന്നും അങ്ങനെ കാണാറില്ലെന്ന്. ഇത് കേട്ട ഹീറോയിൻ പറയും നീ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, എൻ്റെ അടുത്ത് കള്ളവും പറയാൻ പാടില്ല, മെയിനായിട്ട് നീ ബിറ്റുപടം കാണല്ലെന്ന് പറയും. ഇത് കേട്ട ഹീറോ ഇതിന് ഓക്കെയും പറയും. അങ്ങനെ പിറ്റേ ദിവസം ഹീറോ റൂം ക്ലീൻ ചെയ്യുന്ന ടൈമിൽ അവൻ ലാപ്ടോപ്പ് കാണും. ലാപ്ടോപ്പിൽ അവന് വീഡിയോ കാണാനും തോന്നും.
പക്ഷേ ഹീറോ കാണാതെ എങ്ങനെയൊക്കെയോ അത് കൺട്രോൾ ചെയ്ത ശേഷം കോളേജിലേക്ക് പോകും. കോളേജിൽ ചെന്ന് ഹീറോ ലാപ്പ് തുറക്കുന്ന ടൈമിൽ ഇന്നലെ കണ്ട ആൻറ്റി അങ്ങോട്ടേക്ക് വരും. എന്താടാ ബിറ്റുപടം കാണുവാണോ എന്ന് ചോദിക്കും. ഇത് കേട്ട ഹീറോ പെട്ടെന്ന് ലാപ്ടോപ്പ് കൊണ്ടൊക്കിയിട്ട് അല്ലെന്ന് പറയും. ഇന്നലെ രാത്രി കുറച്ച് ഫീലിംഗ് ആയിപ്പോയി, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ നടന്നതെന്ന് ആൻറ്റി പറയും. ഇത് കേട്ട ഹീറോ അതൊന്നും കുഴപ്പമില്ലെന്നും പറയും. പിന്നീട് രണ്ടുപേരും ചേർന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യും. അങ്ങനെ ഒരിക്കൽ ഹീറോ അവൻ്റെ വീട്ടിലേക്ക് ഹീറോയിനെ വിളിച്ചുകൊണ്ട് വരും. അവൻ്റെ അമ്മയ്ക്ക് ഹീറോയിനെ ഇഷ്ടപ്പെട്ടോ എന്നറിയില്ല, പക്ഷേ അവൻ്റെ ഡാഡിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നീ ഒരു കൊച്ചു പയ്യനായിരുന്നു എന്നൊക്കെയാണ് ഞാൻ ഓർത്തത്, പക്ഷേ നീ ഒരു അടിപൊളി പെണ്ണിനെയാണ് വളച്ചുകൊണ്ട് വന്നേക്കുന്നത് എന്നൊക്കെ ഡാഡി അവനോട് പറയും. പിന്നീട് എല്ലാവരും ചേർന്ന് ഡിന്നർ കഴിക്കും. ഹീറോയുടെ ഫാമിലിക്ക് ഹീറോയിനെ നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ഹീറോ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഹീറോയിൻ അങ്ങോട്ടേക്ക് വരും. നീ എന്തായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണല്ലോ എന്ന് ഹീറോയിൻ ചോദിക്കും. ഇത് കേട്ട ഹീറോ ഇതെൻ്റെ ഒരു ഹോബിയാണെന്നും പറയും. അന്ന് രാത്രി ഹീറോ ക്ലാസ് കഴിഞ്ഞ് വരുമ്പം വീണ്ടും മറ്റേ ആൻറ്റിയെ കാണും. പുള്ളിക്കാരി സാഡായിട്ടിരിക്കുന്നത് കാണും. പക്ഷേ ഇത് കണ്ട ഹീറോ വലിയ മൈൻഡും ആക്കത്തില്ല. അങ്ങനെ ഒരിക്കൽ രണ്ടുപേരും കടയിൽ നിൽക്കുന്ന ടൈമിൽ ഹീറോ പറയും, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി എൻ്റെ വീട് ക്ലീൻ ചെയ്യുന്ന സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരാമെന്ന്. ഇത് കേട്ട ഹീറോയും ചോദിക്കും, വീട് ക്ലീൻ ചെയ്യാനോ? അത് നീയാണോ ചെയ്യുന്നത്? അതൊക്കെ വേറെ ആൾക്കാർ ചെയ്യേണ്ടതല്ലേ എന്ന്. ഹീറോ പറയും, വീട് ക്ലീൻ ആക്കി വെക്കുന്നത് എൻ്റെ ഒരു ഹോബിയാണ്, അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഇതിലെന്നെ ശല്യപ്പെടുത്തല്ലെന്ന്. ഹീറോയിൻ പറയും, പക്ഷേ എനിക്കത് ഇഷ്ടമല്ല, അതുകൊണ്ട് നീ ഇനി അത് ചെയ്യാനും പാടില്ലെന്ന്. അങ്ങനെ ഒരു വഴിയുമില്ലാതെ ഹീറോയും അതിനൊക്കെ പറയും. അങ്ങനെ ഒരിക്കൽ ഹീറോ രാത്രി ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ആൻറ്റി അവൻ്റെ അടുത്തേക്ക് വരും. ക്ലാസ് നല്ല ബോറായിരുന്നു, എനിക്ക് ഉറക്കവും വന്നു, അതുകൊണ്ട് നിൻ്റെ നോട്ടൊന്ന് തരുമോ എന്ന് ഹീറോയോട് ചോദിക്കും. ഇത് കേട്ട ഹീറോ ഓക്കെ പറഞ്ഞിട്ട് ആൻറ്റിക്ക് നോട്ട് എടുത്ത് കൊടുക്കും. ആൻറ്റി അത് എഴുതിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഹീറോയോട് കുറേ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കും. അതായത് നിനക്ക് ബിറ്റുപടങ്ങൾ കാണുന്നത് അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നൊക്കെ. ഇതൊക്കെ കേട്ട ഹീറോ അതൊന്നും നിങ്ങൾ അറിയണ്ടെന്ന് പറഞ്ഞിട്ട് നോട്ടും വാങ്ങിച്ച് അവൻ്റെ വീട്ടിലേക്ക് പോകും. വീട്ടിൽ ചെല്ലുമ്പോഴോ ഇരിക്കുന്ന ഹീറോയിൻ. തൊട്ടടുത്ത് അവൻ്റെ ലാപ്ടോപ്പും ഉണ്ടായിരുന്നു. അതായത് ഹീറോ അവളോട് കള്ളം പറഞ്ഞിട്ട് ഡെയിലി വീഡിയോസ് കാണുന്നുണ്ടായിരുന്നു. ഇത് ഹീറോയിൻ അറിയുകയും ചെയ്യും. നീ ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് ഹീറോ ചോദിക്കും. ഹീറോയിൻ ദേഷ്യപ്പെട്ടിട്ട് പറയും, നിന്റെ ഹിസ്റ്ററി തന്നെയാണ് കാണിച്ചു തന്നത്, കാണുവാണെങ്കിലും നിനക്കൊരു ഇൻകോഗ്നിറ്റോ ഇട്ട് കണ്ടുകൂടെ എന്ന് ഹീറോയോട് ചോദിക്കും. നിന്റെ അടുത്ത് കള്ളം പറയില്ല, ഇങ്ങനെയൊന്നും ചെയ്യല്ലെന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ നീ അങ്ങനെ തന്നെ ചെയ്തു, അതുകൊണ്ട് നമ്മൾ തമ്മിൽ സെറ്റാകില്ല, ബ്രേക്കപ്പ് ആകാമെന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് പോകും. പക്ഷേ ഹീറോയ്ക്ക് അതൊന്നും ഒരു വിഷയമല്ലായിരുന്നു. അവൾ പോയിട്ട് അന്ന് രാത്രി മുഴുവൻ വീഡിയോസ് കണ്ട് ഹീറോ കൈപ്പണി നടത്തും. ഏറെക്കുറെ ഒരു 33 പ്രാവശ്യം നടത്തും. അതവൻ്റെ റെക്കോർഡായിരുന്നു. അങ്ങനെ അവൻ്റെ ലവ് ഒക്കെ ബ്രേക്കപ്പ് ആകും. അവൻ്റെ സിംഗിൾ ലൈഫ് അവന് ഇഷ്ടപ്പെട്ടിട്ടുമുണ്ടായിരുന്നു. പിറ്റേ ദിവസം പബ്ബിലേക്ക് പോയി കൂട്ടുകാരുമായിട്ട് അവൻ എൻജോയ് ചെയ്യും. ആ ടൈമിൽ അവിടെ ഒരു അടിപൊളി പെണ്ണിനെ കാണും. അവളെ വളച്ചുകൊണ്ട് ഹീറോ വീട്ടിലേക്ക് പോകും. പിന്നീട് എന്നത്തെയും പോലെ ഹീറോ നൈറ്റ് ക്ലാസ്സിന് പോകും. അവൻ ആൻറ്റിയെ കാണും. പക്ഷേ ഇപ്രാവശ്യം ഹീറോയ്ക്ക് പുള്ളിക്കാരിയോട് എന്തൊക്കെയോ തോന്നും. രണ്ടുപേരും ഹാപ്പി ആയിട്ട് സംസാരിച്ച് കാറിൽ പോകും. പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആൻറ്റി ചോദിക്കും, നീ എന്താ വിഷമിച്ചിരിക്കുന്നതെന്ന്. ഹീറോ അവൻ്റെ ലവ് ബ്രേക്കപ്പ് ആയതും അതോടൊപ്പം തന്നെ അതിൻ്റെ കാരണവും പറയും. ഇത് കേട്ട് ആൻറ്റി പറയും, ഇതൊന്നും വലിയ വിഷയമൊന്നുമല്ല, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്തോ, പക്ഷേ കുറയ്ക്കാൻ നോക്കിക്കോ, അങ്ങനെ ചെയ്താൽ നീ കുറച്ചുകൂടെ ആക്റ്റീവ് ആകും, നിനക്ക് ഒരുപാട് ചേഞ്ചുകൾ വരുമെന്നൊക്കെ പറയും. അങ്ങനെ ഇത് കേട്ട ഹീറോ പിറ്റേ ദിവസം തൊട്ട് വീഡിയോസ് കാണുന്നത് നിർത്താനായിട്ട് തുടങ്ങും. അവനെ കാണണമെന്നൊക്കെ നല്ല പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഹീറോ അതൊന്നും കാര്യമാക്കാതെ ആൻറ്റി പറഞ്ഞത് കേൾക്കും. അങ്ങനെ നമ്മുടെ ഹീറോ 1 വീക്കോളം വീഡിയോ കാണത്തില്ല. ഹീറോ അവിടെ നിന്ന് നേരെ ആൻറ്റിയുടെ അടുത്തേക്ക് പോകും. 1 വീക്കായിട്ട് ഞാൻ വീഡിയോ കാണുന്നില്ല, ഇതെല്ലാം നിങ്ങൾ കാരണമാണെന്ന് പറഞ്ഞ് ആൻറ്റിയുമായിട്ട് അവൻ പരിപാടി നടത്തും. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം ഹീറോ കുളിക്കാനായി പോകും. ടവലില്ലല്ലോ എന്ന് ഹീറോ ചോദിക്കും. ഇപ്പോൾ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ആൻറ്റി ടവൽ എടുക്കാനായി പോകും. പക്ഷേ എടുക്കാനായി പോയ ആൻറ്റി കബോർഡിൻ്റെ അവിടെ നിന്ന് നല്ലപോലെ കരയും. കുറച്ച് കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് വന്ന ഹീറോ ചോദിക്കും, സത്യം പറ, എന്തുകൊണ്ടാണ് ഇത്ര വിഷമിച്ചിരിക്കുന്നതെന്ന്. ഇത് കേട്ട ഹീറോയിൻ പറയും, കുറച്ച് നാളുകൾക്ക് മുമ്പ്, അതായത് ഒരു 8 മാസം മുമ്പാണ് എൻ്റെ ഭർത്താവും കുട്ടിയും ഒരു കാർ അപകടത്തിൽ ഡെത്തായതെന്ന്. ഇത് പറഞ്ഞ് ഹീറോയിൻ കരയും. ഇത് കേട്ട ഉടനെ തന്നെ ഹീറോ അവളോട് സോറി പറഞ്ഞിട്ട് ഹഗ് ചെയ്യും. പിന്നീട് പറയണ്ടല്ലോ, രണ്ടുപേരും തമ്മിൽ കാര്യങ്ങൾ നടക്കും. അങ്ങനെ ആദ്യമായിട്ടാണ് ഹീറോയ്ക്ക് കംപ്ലീറ്റ് തൃപ്തി ഉണ്ടായൊരു പരിപാടി നടന്നത്. അങ്ങനെ പിറ്റേ ദിവസം ഹീറോ നടന്നതെല്ലാം ഫാദറിൻ്റെ അടുത്ത് കൺഫെഷൻ ചെയ്യും. അവിടുന്ന് വീട്ടിലേക്ക് പോയ ഹീറോ അമ്മയോട് ഹീറോയിനുമായിട്ട് ബ്രേക്കപ്പ് ആയെന്ന് പറയും. ഇത് കേട്ട ഉടനെ തന്നെ അമ്മ പറയും, അവളൊരു നല്ല പെൺകുട്ടിയായിരുന്നു, നീ എന്തിനവളെ ബ്രേക്കപ്പ് ചെയ്തു എന്നൊക്കെ ചോദിച്ച് ഹീറോയോട് ദേഷ്യപ്പെടും. ഇതേ ചോദ്യം തന്നെ അവൻ്റെ ഡാഡിയും ചോദിക്കും. ആ ടൈമിൽ ഹീറോയുടെ അനിയത്തി പറയും, അവൾ പോയത് നന്നായി, അവൾ ഇവനെ ഒരു അടിമയെ പോലായിരുന്നു കണ്ടിരുന്നത്, അവൾ പറയുന്നതെല്ലാം ഇവൻ കേൾക്കണമായിരുന്നു എന്ന്. അങ്ങനെ അനിയത്തിയുടെ കയ്യിൽ നിന്ന് ഹീറോയ്ക്ക് ഒരു സപ്പോർട്ട് കിട്ടും.
ഇത് കേട്ട അവൻ്റെ ഫാമിലിയും ഇതിന് ഓക്കെ പറയും. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഹീറോയും ഹീറോയിനും തമ്മിൽ മീറ്റ് ചെയ്യും. എന്തിനാണ് എന്നെ വിളിച്ചതെന്ന് ഹീറോയും ചോദിക്കും. ഹീറോ നടന്നതിനെല്ലാം അവളോട് ക്ഷമ ചോദിക്കും. ഇത് കേട്ട ഹീറോയിനാണെങ്കിലോ ശരി ഓക്കെ, ഇനി എന്നെ വിളിക്കരുത്, ഞാനിപ്പം നല്ല ഹാപ്പിയാണെന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് എഴുന്നേറ്റ് പോകും. പക്ഷേ ഹീറോയ്ക്കും ഇതൊന്നും ഇത് വിഷയമല്ലായിരുന്നു. അവൻ കൂട്ടുകാരുമായിട്ട് ഹാപ്പി ആയിട്ട് നടക്കും. അതോടൊപ്പം തന്നെ ആൻറ്റിയുമായിട്ട് ഒരുപാട് അടുത്ത് ഇടപഴകും. ഏജൊന്നും ഒരു വിഷയമല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ ലബ്ബാകും. അങ്ങനെ നമ്മുടെ ഹീറോ അവൻ്റെ യഥാർത്ഥ ലവറിനെ കണ്ടുപിടിക്കും. ഇതോടെ ഈ മൂവിയും തീരും.